ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കനേഡിയൻ മലബാറി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ട്രാൻസ്ലിങ്കിനെ പറ്റി എനിക്ക് കുറച്ച് അറിയാവുന്ന ഇൻഫർമേഷൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഞാൻ കാനഡയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രാൻസിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ എക്സ്പീരിയൻസ് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ താമസിക്കുന്ന ന്യൂ വെസ്റ്റ് മിനിസ്റ്ററിലാണ് കേട്ടോ. അപ്പോൾ ന്യൂ വെസ്റ്റ് സ്കൈ ട്രെയിൻ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഒരു മെയിൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കൊരു ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ട്രാൻസിറ്റ് യൂസ് ചെയ്യുന്നുള്ളത് എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും വിഷ്ണുവും ഇപ്പം ഞങ്ങളൊരു വാങ്കൂവറിലോട്ട് പോകുന്ന ഒരു ട്രാൻസിറ്റ്, എന്തൊക്കെ ബസ്സസ്, പിന്നെ മെട്രോ സ്റ്റേഷൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എവിടെ നിന്നാണ് ഞങ്ങൾ പാസ്സൊക്കെ കളക്ട് ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ മെയിൻലി കാണിക്കാൻ പോകുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് ഒരു 11 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ന്യൂ വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റേഷനിലെത്തും കേട്ടോ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് അവിടം വരെ കാർ എടുത്തിട്ട് അവിടുത്തെ ഒരു പാർക്കിംഗ് സെൻറ്ററിൽ പോയിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് ശേഷമാണ് ഞങ്ങൾ സ്കൈ ട്രെയിൻ എടുത്തത്. പബ്ലിക് പാർക്കിംഗ് എടുത്തു, ഇവിടെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഇവിടെ ആക്ച്വലി സ്കൈ ട്രെയിനിന് 3 നെറ്റ്വർക്ക് ലൈൻസ് ആയിട്ടുള്ളത്. ഒന്ന് എക്സ്പോ ലൈൻ, ദ മിലേനിയം ലൈൻ ആൻഡ് ദി കാനഡ ലൈൻ. ഞാനിപ്പോൾ കാണുന്ന എക്സ്പോ ലൈനാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. വിഷ്ണു ഇവിടെ ടൊറോണ്ടോയിൽ സ്റ്റഡീസൊക്കെ ചെയ്യുമ്പം ഓൾമോസ്റ്റ് ഒരു 1.5 ഇയർ അണ്ടർഗ്രൗണ്ട് ട്രെയിൻസൊക്കെ എടുത്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു 7 ഇയേഴ്സ് മുമ്പേ ആയിരുന്നു. എനിക്ക് കംപ്ലീറ്റ്ലി ഐഡിയ ഇല്ല, അതുകൊണ്ട് തന്നെ കുറച്ചൊരു നെർവസ് ഒക്കെ ആയിരുന്നു. എങ്ങനെയാണ് ടിക്കറ്റ്സ് ഒക്കെ എടുക്കാം, എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, കുറച്ച് നെർവസും അതിൽ കൂടുതൽ ഭയങ്കര എക്സൈറ്റഡ്. ഇപ്പം നമ്മൾ നടന്ന് പോകുന്നത് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്കൊരു മന്ത്ലി പാസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കതൊരു എന്താ പറയുക, ട്രെയിൻസും യൂസ് ചെയ്യാം, ബസ്സസും കൂടി ആ ഒരു സിംഗിൾ പാസ് വെച്ചിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ പാസ് എന്നല്ല യൂസ് ചെയ്യുന്നത്, അതിനുവേണ്ടി പറയുന്നതാണ് കോമ്പസ് കാർഡ് എന്നാണ് പറയുക. സോ ഫൈനലി ഇതേ ഞങ്ങൾ ടിക്കറ്റ് സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല, കാരണം ഇവിടെ 3 സോൺസ് ഉണ്ട്. ഓക്കെ, 1 സോൺ, 2 സോൺസ് ആൻഡ് 3 സോൺസ്. മന്ത്ലി പാസ് എടുക്കുന്ന ആൾക്കാർ എന്തായാലും ഒരു മിനിമം 2 സോൺ മന്ത്ലി പാസ് എന്തെങ്കിലും എടുത്തിരിക്കണം. കാരണം ഞങ്ങൾ ഏതൊക്കെ സോൺസ് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മാപ്പ് കണ്ടാലേ മനസ്സിലാവും. അപ്പം മിനിമം 2 സോൺസ് പാസ് എങ്കിലും എടുക്കണം. ആ സോൺ വഴി അല്ലാതെ ഞങ്ങൾ 3rd സോൺ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ചാർജസ് ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. സോ ഫസ്റ്റ് ടൈം ഞങ്ങൾ പാസ് എടുക്കാൻ നോക്കിയപ്പം ഒരു ഐഡിയയും ഇല്ല. അപ്പം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ചപ്പോഴാണ് അവിടുത്തെ ഒരു കസ്റ്റമർ സർവീസിൽ ഒരാൾ വന്നിട്ട് നമുക്ക് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഈ സോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇനി ഇതിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ കോമ്പസ് കാർഡ് മാത്രമായിട്ട് ചാർജ് ചെയ്യുന്നത് $6 ആണ്. ഇനി 1 സോൺ പാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ചാർജസ് വന്നിട്ട് $107.30 ആണ്. ഇനി 2 സോൺ പാസ് ആണെങ്കിൽ അതിൻ്റെ ചാർജസ് എന്ന് പറയുന്നത് $143.50 ആണ്. 3 സോൺ പാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ $193.80 ആണ് ഇതിൻ്റെ ചാർജസ്. ഇനി നമുക്ക് ഈ കാർഡ് എങ്ങനെ വാങ്ങാവുന്നതല്ലേ? ഈ കാർഡ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കറൻസി വഴി ഇടാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ഈവൻ നമുക്ക് കോയിൻസ് വെച്ചിട്ട് വരെ യൂസ് ചെയ്യാം. ബട്ട് അവിടെ പെർട്ടിക്കുലർലി മെൻഷൻ ചെയ്തിരിക്കുന്ന ബിൽസ് വേണം യൂസ് ചെയ്യാം. ഇവിടെ കറൻസിക്ക് ബിൽസ് എന്നാണ് കേട്ടോ പറയാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ $5 യൂസ് ചെയ്യാം, $10 യൂസ് ചെയ്യാം, $20 വെച്ച് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കോയിൻസും യൂസ് ചെയ്യാം. അവിടെ 5 സെൻറ്റ്, 25 സെൻറ്റ്, 10 സെൻറ്റ്, $1, $2 വെച്ചിട്ട് കാർഡ് യൂസ് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ കോമ്പസ് കാർഡ്. കോമ്പസ് കാർഡ് നമ്മൾക്ക് ഏത് സ്കൈ ട്രെയിൻ സ്റ്റേഷനിലും പിന്നെ ചില ഷോപ്പേഴ്സ് മാർട്ടിലും പിന്നെ ഓൺലൈൻ വഴിയും കിട്ടും കേട്ടോ. ഓൺലൈൻ വഴി വാങ്ങുകയാണെങ്കിൽ ഒരു മിനിമം 1 വീക്ക് ബിസിനസ് ഡേയ്സ് വരെ എടുക്കും, എന്നാലേ നമ്മൾക്ക് ഓൺലൈൻ എടുക്കും. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും അടുത്തുള്ള സ്കൈ ട്രെയിൻ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ ഈസിലി അവൈലബിൾ ആണ്.
ഞാൻ എടുത്തിരുന്നത് മന്ത്ലി പാസ് ആയതുകൊണ്ട് ഓഗസ്റ്റ് 1 മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. ആ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോ ഞാനത് ആക്ച്വലി ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്തപ്പം വിഷ്ണു ഈസിലി പോയി, പക്ഷെ എൻ്റെ കാർഡ് മാത്രം ആക്ടിവേറ്റ് ആയിട്ടുണ്ടായില്ല. സോ അവിടെ നിന്നൊരു കസ്റ്റമർ സർവീസിൻ്റെ ആൾ കണ്ടിട്ട് ഞങ്ങളുടെ കാർഡ് എടുത്തിട്ട് യൂസ് ചെയ്തപ്പം ആക്ടിവേറ്റ് ആയിട്ടുണ്ടായില്ല. സോ അവർ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്, ഇത് മന്ത് ടു മന്ത് ആക്ടിവേറ്റ് ആവുന്ന കാർഡാണ്. ഇപ്പം ഓൾമോസ്റ്റ് മന്ത് ഉണ്ടായില്ലേ, ഒരു $10 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ തിരിച്ച് കോമ്പസ് മെഷീൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും $10 റീചാർജ് ചെയ്തു. അങ്ങനെ റീചാർജ് ചെയ്തിട്ട് ദേ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവിടെ ഓൾറെഡി ഒരു ട്രെയിൻ വന്ന് നിന്നിട്ടുണ്ടായി, പക്ഷെ അതിലോട്ട് കയറണമെന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ. ബിക്കോസ് അതുതന്നെയാണോ ട്രെയിൻ എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായില്ല. ബട്ട് അവിടെ ഒറ്റൊരു റൂട്ട് മാത്രം കണ്ടപ്പം ചാടി അതിലോട്ട് തന്നെ ഞങ്ങൾ കയറുകയും ചെയ്തു. ഇവിടുത്തെ സ്കൈ ട്രെയിൻ അത്യാവശ്യം ചെറിയൊരു സ്കൈ ട്രെയിൻ ആട്ടോ. അങ്ങനെ ഒരുപാട് നമ്മുടെ കൊച്ചിയിലെ മെട്രോ മാതിരി തന്നെ ചെറിയൊരു സ്കൈ ട്രെയിനാണ്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടി, സീറ്റ് കിട്ടി. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആയിരുന്നു. സോ empty സീറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കിട്ടി. അപ്പം നല്ല വ്യൂ ആട്ടോ എനിക്ക് കിട്ടിയത്. ഇവിടെ ഏത് സോൺ പാസ് എടുത്തു കഴിഞ്ഞാലും പോസ്റ്റ് 6:30 ഈവനിങ് ആകുമ്പോഴേക്കും ഓൾ സോൺ പാസ്സായി മാറും കേട്ടോ. 6:30 ശേഷം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ 2 സോൺ പാസ് ആണെങ്കിൽ നമുക്ക് 3 സോൺ പാസ്സായിട്ടും യൂസ് ചെയ്യാം. ഏത് സോണിൽ വേണമെങ്കിലും പോവാം. ബട്ട് 6:30 ശേഷം മാത്രമാണ് ബസ് ആക്ച്വലി വരുന്നതെന്ന് വെച്ചാൽ ഓൾ സോണാട്ടോ. ഇപ്പം നമ്മൾ 2 സോൺ പാസ് എടുത്താലും 1 സോൺ പാസ് എടുത്താലും 3 സോൺ പാസ് എടുത്തു കഴിഞ്ഞാലും ബസ്സസ് അങ്ങനത്തെ ഇതൊന്നുമില്ല. നമുക്ക് ഏത് വഴിയിലൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കോമ്പസ് കാർഡ് ടാപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഈ കോമ്പസ് കാർഡിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 90 മിനിറ്റ്സ് 1 ടാപ്പ് യൂസബിളാണ്. അപ്പം നമ്മളിപ്പം ഞങ്ങളുടെ ഒരു ട്രാവലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വാൻകൂവറിൽ പോയി അവിടെ ഒരു ബസ് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് എത്തിയത് 90 മിനിറ്റ്സിൻ്റെ ഉള്ളിലായിരുന്നു. സോ നമുക്ക് 1 ടൈം ഡെബിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഒരു $3.85 ആണ് ഡെബിറ്റ് ആയത്. സോ ഇത് 90 മിനിറ്റ്സിൽ നമ്മൾ എപ്പോഴെങ്കിലും ടാപ്പ് ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് ആവത്തേ ഇല്ല. ഫസ്റ്റ് ടൈം ട്രാവലേഴ്സ് ആണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ഏത് ലൊക്കേഷനിലോട്ടാണോ പോകേണ്ടത്
അത് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാമല്ലോ, ഡയറക്ഷൻസ് ഒക്കെ കാണാമല്ലോ, കാർ വഴി പോയാൽ എത്ര എടുക്കും, മെട്രോ സ്റ്റേഷൻ വഴി പോയാൽ എത്ര എടുക്കും എന്നൊക്കെ. അപ്പം നമ്മൾക്ക് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആ ലൊക്കേഷനിൽ എത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏതൊക്കെ ബസ് നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റേഷൻ. അതിൽ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പം ഏത് സ്റ്റേഷനിലെത്തി, ഇനി നെക്സ്റ്റ് സ്റ്റേഷൻ ഏതാണെന്നൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഇവിടെ ഷെയർ ചെയ്തതേ ഉള്ളൂ. നമ്മൾ വാൻകൂവറിൽ എത്താൻ പോവാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയല്ലേ, ആ ബിൽഡിങ്സും എന്താ പറയുക, മെട്രോ സ്റ്റേഷൻ്റെ ലൈൻസ് ഒക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. വാൻകൂവറിൽ ഹൈ ടവേഴ്സ് ബിൽഡിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട്സ് ആട്ടോ. വാൻകൂവറിലെ സിറ്റി സൈഡിൽ അധികം സ്കൈ ട്രെയിൻ സ്റ്റേഷൻസ് വരുന്നതും അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷനെത്തി. ഞങ്ങളിത് നടന്നിട്ട് തിരിച്ചിനി ബസ് എവിടെയാ, ബസ് സ്റ്റേഷൻസ് എവിടെയാന്നൊക്കെ നോക്കാൻ പോവാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, ബട്ട് ചാർജസ് ഒന്നും ആവില്ല കേട്ടോ.
അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാൻകൂവർ ഡൗൺ ടൗണിലാണ് എത്തിയിരിക്കുന്നത്. ഡൗൺ ടൗണിൽ തന്നെ സ്റ്റേഷനുണ്ട്. ഇത് ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ ടി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ട്രാൻസിറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ടി ഒക്കെ കാണും. അവിടെ അതിൻ്റെ താഴെ ആ ഒരു ട്രാൻസിറ്റ് ബസ് സ്റ്റോപ്പിൽ ഏതൊക്കെ ബസ് നമ്പേഴ്സാണ് വരുന്നതെന്നൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ബസ് നമ്പേഴ്സ് ഏതാന്നുള്ള ഐഡിയ ഇല്ലെങ്കിൽ ട്രാൻസ്ലക്കിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കും ഏത് ബസ് നമ്പേഴ്സാണ്, ഏത് ബേ 1, ബേ 2, ബേ 3 ഏത് ബേയിലാണ് ആ ബസ് സ്റ്റോപ്പ് ഉള്ളതെന്നും കൂടി കാണിക്കും. ഈ ഡൗൺ ടൗൺ ദോശയിൽ തിരിച്ചു വരുമ്പം ദോശ കഴിക്കിടയ്ക്ക് പ്ലാൻ ഉണ്ട്. പക്ഷെ തിരിച്ചു വന്നപ്പം ആ ഒരു ഫുഡ് ട്രക്ക് ഇല്ലായിരുന്നു. ഈ കാണുന്ന ഇത് കണ്ടോ, ഇത് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നമ്മളുടെ നാട്ടിലൊക്കെ മാതിരി ചാടിക്കേറി ബസ് വന്നാൽ ഓടി ചാടി കയറാനൊന്നും പറ്റില്ല. ഇവിടെ ക്യൂ ഒക്കെ ഉണ്ട്. ഓരോരോ ആൾക്കാർ അവിടെ ചെക്ക് ചെയ്യും ഈ ബസ്സസ് അവിടെയാണോ പോകുന്നത്, അതിനനുസരിച്ച് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അവിടെ കയറുന്ന സൈഡിൽ തന്നെ നമുക്ക് ടാപ്പ് ചെയ്യേണ്ട വേറൊരു ഓപ്ഷൻ ഉണ്ട്. പൈസയൊന്നും പോകില്ല, കാരണം 1 ടൈം ഓൾറെഡി ഡെബിറ്റ് ആയല്ലോ. സോ അതുകൊണ്ട് പിന്നെ പൈസയൊന്നും പോകില്ല. നമുക്ക് ഇത് അങ്ങനെ കോമ്പസ് കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ എക്സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ബസ്സിൽ കണ്ടക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. സോ സ്റ്റോപ്പ് ഏതാന്നുള്ളത് നമ്മളിത് ഈ കാണുന്ന നമ്മളെ നാട്ടിലെ കിളികളൊക്കെ, ബസ് കിളിയിലെ ആൾക്കാരൊക്കെ ഇത് എന്താ ചെയിൻ വലിക്കൂലേ, അതുമാതിരി നമ്മളും ചെയിൻ വലിച്ചു കഴിഞ്ഞാൽ ആ ബസ് ഏത് സ്റ്റോപ്പിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് നിർത്തുള്ളൂ. ഇപ്പം നമുക്കൊരു 3rd സ്റ്റോപ്പിലോട്ടാണ് ഇറങ്ങേണ്ടതെങ്കിൽ 2nd സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുത്ത ഉടനെ നമ്മളത് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ അവിടെ പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ സീറ്റിൻ്റെ എല്ലാ സീറ്റിനെയും കണക്റ്റ് ആയിട്ട് ഈ ഒരു ചെയിൻ അവിടെ ഉണ്ട്. ആ ചെയിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഇറങ്ങാവുന്നതാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബസ്സൊക്കെ ഇറങ്ങി ജസ്റ്റ് കുറച്ച് നടക്കാമെന്നൊക്കെ വിചാരിച്ചു. കാരണം ബസ് ഇറങ്ങിയ ഉടനെ തിരിച്ച് ബസ് കയറുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് റൂട്ടൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ കണ്ട ഒരു കാഴ്ച ഉണ്ട്. ബ്യൂട്ടിഫുൾ. വാൻകൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പനിങ് സിറ്റി ആട്ടോ. എന്തെങ്കിലും ഒരു ഇവൻറ്റ്സ് അവിടെ എല്ലാ സമയത്തും ഉണ്ടാവും. കാണാൻ തന്നെ ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിങ് ആണ് അവിടുത്തെ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ട്രെയിൻ ജേർണി, ബസ് ജേർണിയൊക്കെ ഇവിടെ കഴിഞ്ഞു. നമ്മൾ എത്താറായപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12:30 ഒക്കെ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പേരിലുള്ള യാത്രയായിരുന്നു. അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് മഞ്ഞൾ സൗത്ത് ഇന്ത്യൻ കിച്ചണിലായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല അടിപൊളി ബിരിയാണിയും അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു പൊറോട്ട. അമേസിങ് പൊറോട്ട ആയിരുന്നു. എനിക്ക് വിഷ്ണുവിന് ഭയങ്കര സന്തോഷമായി. വിഷ്ണു ഓർഡർ ചെയ്തത് ഇടിയപ്പവും ചെട്ടിനാട് ചിക്കൻ കറിയും, ഞാൻ ഓർഡർ ചെയ്തത് ആസ് യൂഷ്വൽ ബിരിയാണിയാണ്. പിന്നെ രണ്ടുപേരും കൂടി പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തു. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. കുറേ ഇൻഫർമേഷൻസൊക്കെ എനിക്ക് കിട്ടി. എനിക്ക് മാത്രമല്ല വിഷ്ണുവിനും കിട്ടി, നിങ്ങൾക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.